ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുക. ഇംഗ്ലീഷ് ക്യാമ്പിൽ ഇന്ന് മുതൽ ഇന്നലെ തന്നെ തുടങ്ങി അനേക വിഷയങ്ങൾ പഠിക്കാനായിട്ട് പോകുകയാണ്. ഈ വിഷയങ്ങളുടെ ഒരു പ്രത്യേകത, നിങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ, അനുദിന ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് ഇവിടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളും തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തോട് ബന്ധമില്ലാത്ത കുറേ തിയറീസ് നമ്മൾ പറയല്ല. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും സഹായിക്കാൻ കഴിയുന്ന പല കാര്യങ്ങൾ ഇവിടുത്തെ ഓരോരോ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നോട്ട് എഴുതിയെടുക്കുകയും മാത്രമല്ല, ഇവിടെ മിക്കവാറും പവർ പോയിന്റ് കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. മുഖവരിയൊന്നും അധികം പറയാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഓവർകമ്മിങ് ടെംപ്റ്റേഷൻ, പരീക്ഷകളെ അതിജീവിക്കുക. അതാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ വിഷയം. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ടെംപ്റ്റേഷൻ? Temptation is the prompting or enticement to do sin by promise of pleasure or gain. സന്തോഷവും ലാഭവും ലഭിക്കുമെന്നുള്ള വാഗ്ദത്തത്തോടെ പാപം ചെയ്യുവാനുള്ള പ്രേരണ അഥവാ വശീകരണം. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രേരണ എന്നാണ്. എൻറ്റൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആകർഷണം എന്നാണ് അർത്ഥം. വശീകരണം. നമുക്ക് സന്തോഷം കിട്ടും, അല്ലെങ്കിൽ ലാഭം കിട്ടും, നല്ലൊരു കിക്ക് കിട്ടും, നല്ലൊരു ഫീലിംഗ് കിട്ടും, നല്ല രസമായിരിക്കും ഇത് ചെയ്താൽ എന്ന് ഒക്കെയുള്ള പ്രോമിസോടുകൂടെ തെറ്റ് ചെയ്യാൻ നമുക്കുള്ള പ്രേരണ അല്ലെങ്കിൽ തെറ്റിലേക്കുള്ള ആകർഷണം, അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ, ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, ദൈവത്തിൻ്റെ വഴിയിൽ വന്നു, അതൊക്കെ നല്ല കാര്യം. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കോളേജുകളിൽ, സ്കൂളുകളിൽ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ അനുദിന ജീവിതത്തിൽ ഇന്ന സ്ഥലമെന്നില്ല. തെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് നോക്കാൻ, തെറ്റായിട്ട് കാണാൻ, തെറ്റായിട്ട് ചിന്തിക്കാൻ, തെറ്റായിട്ട് സംസാരിക്കാൻ, തെറ്റായിട്ട് പെരുമാറാൻ ഒക്കെയുള്ള വലിയ പ്രേരണ, ഒരു വലിയ ഫോഴ്സ് പോലെ ശക്തിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിനെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. പരീക്ഷയില്ലാത്ത ആരും ലോകത്തിലില്ല. മനുഷ്യനാണെങ്കിൽ പരീക്ഷയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളത് വിളിച്ചു വരുത്തുന്നതുകൊണ്ടല്ല അത് വരുന്നത്. സ്വാഭാവികമായിട്ട്, നാച്ചുറലായിട്ട് വരുന്നതാണ്. നമ്മുടെ പാപപ്രകൃതി കൊണ്ടും, പാപമുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടും, ആദാമ്യ പ്രകൃതി നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടും പാപം ചെയ്യാനുള്ള പ്രേരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ആ പ്രേരണയ്ക്കാണ് പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, റോഡേ കൂടെ നടന്നു പോകുക. നടന്നു പോകുമ്പോൾ ഒരു മോശമായ ഒരു പടം, സിനിമയുടെ പോസ്റ്ററാണെന്ന് വിചാരിക്കുക, അത് വലിയൊരു ബിൽ ബോർഡ് ഇങ്ങനെ റോഡിൽ ഒരിടത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നടന്നു പോകുമ്പോൾ അത് കാണുന്നു. കണ്ണടച്ചല്ലല്ലോ നമ്മൾ നടക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ കാണും. കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കണ്ടു, പാസ് ചെയ്തു. പക്ഷേ കഴുത്ത് ആരാണ്ട് പിടിച്ച് തിരിക്കുന്നു. എന്തിനാ? കഴുത്ത് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കുക. എന്തിനാ തിരിക്കുന്നത്? വീണ്ടും അതൊന്ന് കാണാനായിട്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ എന്നല്ലേ? അതേ ഉള്ളൂ. തെറ്റായ, മോശമായ എന്തെങ്കിലും കണ്ടാൽ അത് കണ്ടുപോയി, അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ അത് നോക്കാൻ, അത് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, അത് കൂടുതൽ മനസ്സിലേക്ക് ആക്കുവാനുള്ള
വലിയൊരു പ്രേരണ നമുക്കുണ്ട്. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. അത് വെറുതെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സന്തോഷവും ലാഭവും ലഭിക്കും. ഇത് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ഇതൊന്ന് വലിച്ചു നോക്ക്, സ്വർഗത്തിൽ പോകും. ഇതൊന്ന് വായിലിട്ടാൽ സ്വർഗീയ അനുഭൂതിയായിരിക്കും, എന്തോ ഒരു രസമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തത്തോടുകൂടെ തെറ്റ് ചെയ്യാനായിട്ട് നമുക്കുള്ള പ്രേരണ. ഇനി അത് വിശദീകരിക്കേണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ അതുണ്ട്. ഇനി ദേഷ്യപ്പെടാനുള്ള പരീക്ഷ, ഒരാളുടെ കയ്പായിരിക്കാൻ, ബിറ്ററായിട്ടിരിക്കാനുള്ള പരീക്ഷ, അസൂയപ്പെടാനുള്ള പരീക്ഷ, വേണ്ടാത്തത് പറയാനുള്ള പരീക്ഷ, അതെല്ലാം പരീക്ഷയാണ്. ഏത് തെറ്റ് ചെയ്യാനുമുള്ള പ്രേരണ പരീക്ഷയാണ്. ഇനി പരീക്ഷയെക്കുറിച്ച് 2-3 വസ്തുതകൾ ആദ്യം പറയട്ടെ. ടെംപ്റ്റേഷൻ ഈസ് ഇന്നെവിറ്റബിൾ. പരീക്ഷ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആൻഡ് കോമൺ ടു ഓൾ. എല്ലാവർക്കും പൊതുവെ ഉള്ളതാണ് പരീക്ഷ. പരീക്ഷ ഒഴിവാക്കാനായിട്ട് പറ്റുകയില്ല. പരീക്ഷ ഒഴിവാക്കണം എന്ന് എത്ര വിചാരിച്ചാലും ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പരീക്ഷ ഉണ്ടാകും. അവിടെ 2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ആദ്യത്തെ വാക്യം. ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട പരീക്ഷ സ്പെഷ്യലൊന്നുമല്ല, എല്ലാവർക്കും ഉള്ള പരീക്ഷയാണ് നിങ്ങൾക്കും ഉള്ളത്. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പല കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ, ദാറ്റ് വിച്ച് ഈസ് നോട്ട് കോമൺ ടു മാൻ, അത് നിങ്ങൾക്ക് നേരിടുകയില്ല. പിന്നെ നമുക്ക് നേരിടുന്ന എല്ലാ പരീക്ഷയും നമുക്ക് സഹിക്കാനായിട്ട് കഴിയും. പരീക്ഷ നേരിടുമ്പോൾ അതിനെ ജയിക്കാനുള്ള വഴിയും ദൈവം നമുക്ക് തരും. അത്രയും കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പരീക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 1:13 അങ്ങനെ ഒരു വാക്യം അവിടെയുണ്ട്. ജെയിംസ് 1:13 ആ വാക്യം പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ, ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. വെൻ യു ആർ ടെംപ്റ്റഡ്, പരീക്ഷിക്കപ്പെടുമ്പോൾ. പരീക്ഷിക്കപ്പെട്ടാലെന്നല്ല പറയുന്നത്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥം. പരീക്ഷിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ പെട്ടില്ലെന്ന് വരാം. ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നാളെ ക്ലാസ് വരുമ്പോൾ ആ പുസ്തകം ഒന്ന് കൊണ്ടുവരണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ക്ലാസ് വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നാളെ ക്ലാസ് വരുന്നുണ്ടെങ്കിൽ ആ പുസ്തകം ഒന്ന് കൊണ്ടുവരണേ എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ വരുമല്ലോ എന്ന് അറിയാൻ പാടില്ല. വരികയാണെങ്കിൽ ആ പുസ്തകം കൊണ്ടുവരണേ. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. When you are tempted and if you are tempted, when you are tempted means you will definitely be tempted. There is no doubt about it. If you are tempted means you may or may not be tempted. പരീക്ഷിക്കപ്പെടുകയോ പരീക്ഷിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ പരീക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. എല്ലാവർക്കും പരീക്ഷയുണ്ട്, പിന്നെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇത് നിങ്ങൾക്ക് ധൈര്യം തരുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും വല്ലാത്ത പരീക്ഷ എന്നാണ് പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരും ചിന്തിക്കുന്നത്, അല്ലേ? വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വന്ന ആൾക്കൂടെ വിഷമിക്കുമ്പോൾ നമ്മുടെ വിചാരം, എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന് ഇതൊന്നുമില്ല, എനിക്ക് മാത്രമേ ഇതുള്ളൂ എന്നാണ് വിചാരം. പക്ഷെ ആ വിചാരം തെറ്റാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇതുണ്ട്. ബാക്കിയുള്ളവർ നമ്മളോട് പറയാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരും പരീക്ഷയിൽ ഡിസ്കറേജ്ഡായി പോകരുത്. ഇത്രയും മോശമായ ഒരു പരീക്ഷ എന്താ എനിക്ക് വരുന്നത്, അങ്ങനെ ആരും നിരാശപ്പെട്ടു പോകരുത്. എല്ലാ മനുഷ്യർക്കും ഇതുപോലുള്ള പരീക്ഷകളുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ പറയാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരീക്ഷ നാം പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. പിന്നെ പരീക്ഷയെക്കുറിച്ചുള്ള അടുത്തൊരു കാര്യം, ബീയിങ് ടെംപ്റ്റഡ് ഈസ് നോട്ട് സിൻ ബട്ട് ഈൽഡിങ് ടു ടെംപ്റ്റേഷൻ ഈസ് സിൻ. പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല,
എന്നാൽ പരീക്ഷയ്ക്ക് കീഴ്പ്പെടുന്നത് പാപമാണ്. ഒരു തെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു പ്രേരണ തോന്നി എന്ന് വിചാരിച്ച് ഞാൻ പാപം ചെയ്തില്ല. എന്നാൽ ആ പ്രേരണയ്ക്ക് ഞാൻ കീഴ്പ്പെട്ടാൽ, ആ പ്രേരണയോട് ഞാൻ യേശു പറഞ്ഞാൽ ഞാൻ പാപം ചെയ്തു. അപ്പം നമ്മുടെ ജോലി പ്രേരണയോട് യേശു പറയാതിരിക്കുക, അതിനെ റെസിസ്റ്റ് ചെയ്യുക, അതിനോട് നോ പറയുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഞാൻ പരീക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു, അയ്യോ എനിക്ക് ഭയങ്കര പരീക്ഷയാണ് എന്ന് വിചാരിച്ച് അയ്യോ ഞാൻ പാപം ചെയ്തോ എന്നാരും വിഷമിക്കണ്ട. ഒരു കള്ളൻ നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് വന്ന് രാത്രി മുട്ടുകയാണെന്ന് വിചാരിക്കുക. ആ മുട്ടുന്നത് നിർത്താൻ നിങ്ങളെ കൊണ്ടൊക്കെയല്ല അല്ലേ? വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങൾ വാതിൽക്ക് മുട്ടാം. പക്ഷേ മുട്ടുമ്പോൾ വാതിൽ തുറക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. മുട്ടുമ്പോൾ വാതിൽ തുറക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. മുട്ടുന്നത് നിർത്താൻ നമുക്ക് പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ പരീക്ഷിക്കപ്പെടുന്നത് നിർത്താൻ നമ്മളെ കൊണ്ട് ആർക്കും ആവില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പലതരത്തിലുള്ള പരീക്ഷകൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാപ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപ സ്വഭാവം നമുക്കുണ്ട്. പാപത്തിൻ്റെ അനേക ആകർഷണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ്, മാസിക, ഇൻ്റർനെറ്റിൽ കാണുന്നത്, നാം വഴിയിൽ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ പരീക്ഷിക്കുന്നതാണ്. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമുക്ക് പറ്റുകയില്ല. എന്നാൽ ആ പരീക്ഷകൾ വരുമ്പോൾ അതിനോട് നോ പറയുക, ഈൽഡ് ചെയ്യാതിരിക്കുക, അതിന് കീഴ്പ്പെടാതിരിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ആരും നിരാശപ്പെട്ടു പോകണ്ട. ഡോണ്ട് ബി ഡിസ്കറേജ് ദാറ്റ് ഐ എം ബീയിങ് terribly tempted. Oh, there must be really something wrong with me. Why am I tempted so much? I think no one else is tempted like this എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ആരും അധൈര്യപ്പെട്ടു പോകരുത്. ഏറ്റവും മോശമായ കാര്യം ചെയ്യാൻ പരീക്ഷ നിങ്ങൾക്ക് തോന്നിയാലും അതിൽ നിങ്ങൾ അധൈര്യപ്പെടരുത്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ മുമ്പേ നാം പറഞ്ഞ കാര്യം വേറൊരു നിലയിൽ പറയുകയാണ്. We commit sin when we say yes to temptation or agree with temptation. പരീക്ഷയ്ക്ക് അനുകൂലമായ സമ്മതം നാം കൊടുക്കുമ്പോൾ പാപം ചെയ്യുക. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളോട് പറയാണ്, എടാ അപ്പൻ്റെ കയ്യിൽ നിന്ന് നീ എങ്ങനെയും കുറച്ച് കാശ് തട്ടിച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോയി നല്ല അടിപൊളിയായിട്ട് ജീവിതമെന്ന് എൻജോയ് ചെയ്യാം എന്നൊരു കൂട്ടുകാരൻ പറയാമെന്ന് വിചാരിക്കുക. അത് നിർത്താൻ നിങ്ങളെ കൊണ്ടൊക്കെയില്ല. അവൻ പറയുന്നത് നിർത്താൻ നിങ്ങളെ കൊണ്ടൊക്കെയില്ല. അവൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. വാടാ വാടാ, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനുണ്ടല്ലോ കൂടെ, നമുക്ക് ബോംബെക്ക് പോകടാ, അടിപൊളിയായിട്ട് ജീവിക്കാം എന്ന് പറയാമെന്ന് വിചാരിക്കുക. നിങ്ങൾ പരീക്ഷിക്കപ്പെടുക. നിങ്ങളുടെ സ്നേഹിതൻ തെറ്റായ കാര്യം ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രേരിപ്പിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റ് ചെയ്തോ, അയ്യോ എൻ്റെ സ്നേഹിതൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ തെറ്റില്ലായിപ്പോയി, അങ്ങനെ പറയണ്ട. പ്രേരിപ്പിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റ് ചെയ്തില്ല. എപ്പോഴാണ് തെറ്റ് ചെയ്യുന്നത്? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, അത് നല്ല ഐഡിയ ആണല്ലോ, ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, നമുക്ക് പോയി കളയാം എന്ന് നീ യേശു പറയുമ്പോൾ നീ തെറ്റ് ചെയ്തു. എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. പരീക്ഷിക്കപ്പെടുന്നതല്ല പാപം. പരീക്ഷിക്കപ്പെടുമ്പോൾ അതിന് സമ്മതം മൂളുക. ഓക്കെ, അങ്ങനെ ചെയ്യാം എന്ന് മനസ്സിൽ നീ സമ്മതിക്കുമ്പോൾ, മനസ്സിൽ സമ്മതിച്ചു കഴിഞ്ഞാണ് പിന്നെ പ്രവൃത്തിയിൽ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നാം പാപം ചെയ്യുകയാണ്. സോ നെവർ സേ യെസ് ടു ടെംപ്റ്റേഷൻ, ഓൾവേസ് സേ നോ ടു ടെംപ്റ്റേഷൻ. നാം പാപം ചെയ്യാതിരിക്കാൻ പരീക്ഷയ്ക്ക് ഒരിക്കലും സമ്മതം മൂളാതിരിക്കുക. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് പരീക്ഷയെക്കുറിച്ചൊക്കെയുള്ള ലളിതമായ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഇപ്പോൾ പരീക്ഷ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും പരീക്ഷയുണ്ട്. എപ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പ്രായോഗികമായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. We are going to talk about some practical tips to have victory over temptation. പരീക്ഷയെ ജയിക്കുവാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ 1, 2, 3, 4, 5 അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഈ പറയുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം. എങ്ങനെയാണ് പരീക്ഷയെ നേരിടാൻ കഴിയുന്നത്? പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു,
എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു, ശക്തമായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയായി പരീക്ഷയെ നേരിടുന്നത്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഡെയിലി പ്രേയർഫുൾ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, റിയലൈസിങ് ദ വീക്ക്നെസ് ഓഫ് അവർ ഫ്ലഷ്. നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത മനസ്സിലാക്കി അനുദിനം ദൈവത്തിൽ പൂർണ്ണമായി പ്രാർത്ഥനയോടെ ആശ്രയിച്ച് ജീവിക്കുക. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. റോമൻസ് 7:18. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ, ജഡമെന്ന് പറയുന്നത് ആദാമ്യ പ്രകൃതി ഉദ്ദേശിച്ചാൽ അഡാമിക് നേച്ചർ, നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഒരു കാര്യം എനിക്കറിയാം, എന്താ? എന്നിൽ, എൻ്റെ പ്രകൃതിയിൽ ഒരു നന്മയുമില്ല. നത്തിങ് ഗുഡ് ഡ്വെൽസ് ഇൻ മൈ നേച്ചർ, ഇൻ മൈ ഫ്ലഷ്. ഇത് മനസ്സിലാക്കി ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം. ഇത് ചെയ്യാൻ ഒക്കാത്ത വല്ലവരും ഇവിടെ ഉണ്ടോ? ഇത് ചെയ്യാൻ ഒക്കാത്ത വല്ലവരും ഇവിടെ ഉണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെക്കൊണ്ട് ഒക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥനയിൽ സഹായം തേടാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഈ പറയുന്ന കാര്യം എല്ലാവർക്കും ചെയ്യാൻ ഒക്കുന്നതാണ്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, ഏത് തെറ്റും ചെയ്തു പോകാനുള്ള സാധ്യതയുള്ള ആളാണ് ഞാൻ. എപ്പോൾ വേണമെങ്കിലും ഞാൻ വഴുതി വീഴാം, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം. കർത്താവേ, ഇന്ന് പകൽ കോളേജിൽ പോവുകയാണ്, അല്ലെ ക്ലാസ്സിൽ പോവുകയാണ്, അല്ലെ ജോലി സ്ഥലത്ത് പോവുകയാണ്, പലതരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട്, പലതരത്തിലുള്ള പരീക്ഷ എനിക്ക് വരാൻ സാധ്യതയുണ്ട്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ജഡം ബലഹീനമാണ്, എൻ്റെ പ്രകൃതി അങ്ങനത്തെയാണ്. അതുകൊണ്ട് കർത്താവേ, ഇന്ന് എന്നെ പ്രത്യേകം നീ പിടിച്ചോണേ, എൻ്റെ കൈ ഒന്ന് പിടിച്ചോണേ, വീഴാതെ ഇന്ന് എന്നെ ഒന്ന് സഹായിക്കണമേ, എനിക്ക് വീഴണ്ട, പാപത്തിൻ്റെ വഴിയിൽ എനിക്ക് പോകണ്ട, നീ എന്നെ സഹായിക്കണം എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വേണം ഓരോ ദിവസവും ജീവിക്കുക. ഇതൊക്കെയല്ലെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല, കാരണം എല്ലാവർക്കും ഒക്കുന്ന കാര്യമായത്. എനിക്കൊരു അപകടം നേരിടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ദൈവമേ എന്നെ സൂക്ഷിക്കണേ എന്ന് ആർക്കാ പറയാനൊക്കാത്തത്? സകലർക്കും ഒക്കും. അതുകൊണ്ട് നമ്പർ 1, മേക്ക് ഇറ്റ് എ പോയിന്റ് ടു പ്രേ എവ്രി ഡേ, റിയലൈസിങ് ദാറ്റ് യു ആർ ലൈക്ലി ടു ഫോൾ. വീണു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നയിക്കണം. അതൊരു പ്രാക്ടീസ് ആക്കണം. 2, നെവർ ഫീഡ് ദി ഓൾഡ് സിൻഫുൾ നേച്ചർ, ഫീഡ് ഓൺലി ദ ന്യൂ സ്പിരിച്വൽ നേച്ചർ. പഴയ പാപപ്രകൃതിയെ പോഷിപ്പിക്കാതെ പുതിയ ആത്മീയ പ്രകൃതിയെ ശക്തിപ്പെടുത്തുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഉള്ള പ്രകൃതി ആദാമിൽ നിന്ന് കിട്ടിയതാണ്. അത് പാപപ്രകൃതിയാണ്. പാപം ചെയ്യുക, തെറ്റായിട്ട് ചിന്തിക്കാൻ, നോക്കാൻ, സംസാരിക്കാനൊക്കെയുള്ള പ്രകൃതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ആ പ്രകൃതിയെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. എന്തൊക്കെയാ പഴയ പ്രകൃതി എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ? മോശമായ പാപപ്രകൃതിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെറ്റായ ചിത്രങ്ങൾ കാണുക, അങ്ങനെ കാണുമ്പോൾ എൻ്റെ പഴയ പ്രകൃതിയെ പ്രേരിപ്പിക്കുക. മോശമായ കോൺവെർസേഷനിൽ ഇടപെടുക, തെറ്റായ സംഭാഷണങ്ങൾ കേൾക്കുക, മോശമായ പാട്ടുകൾ കേൾക്കുക. ഈ കാലത്തെ പാട്ടുകൾ പലതും വളരെ ഡേർട്ടിയാണ്, വളരെ മോശമായ പാട്ടുകളാണ്. പണ്ട് പാട്ടൊന്നും ഇത്രയും മോശമല്ലായിരുന്നു. സിനിമ പാട്ടും മറ്റു ഭാഷയൊക്കെ നല്ല ആശയങ്ങളുള്ള പാട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ വളരെ മോശമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്നതാണ് പല ഗാനങ്ങളും. ഞാൻ പാട്ട് ആസ്വദിക്കുക എന്ന് പറയും, പക്ഷേ ആ പാട്ടിൻ്റെ വരികൾ, പാട്ടിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ പഴയ പാപപ്രകൃതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യരുത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോകരുത്, അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ട് ഞാൻ ഉണ്ടാക്കരുത്.
അതിന് പ്രേരിപ്പിക്കുന്ന, തെറ്റ് ചെയ്യാൻ എനിക്ക് എൻകറേജ്മെൻറ്റ് തരുന്ന, പ്രോത്സാഹനം തരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യരുത്. ഇനി അതിന് പകരം ഐ മസ്റ്റ് എൻകറേജ് മൈ ന്യൂ സ്പിരിച്വൽ നേച്ചർ. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്. പഴയ സ്വഭാവമുണ്ട്, അത് മാറിപ്പോകുന്നില്ല. ഞാൻ മരിക്കുന്നവരെ എൻ്റെ പഴയ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെടുമ്പോൾ, ദൈവവേദലായി തീരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രകൃതി, വിശുദ്ധിയെ സ്നേഹിക്കുന്ന നല്ല ഒരു പ്രകൃതി ദൈവം എനിക്ക് തരും. ആ പ്രകൃതിയെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് ആ പുതിയ പ്രകൃതിയെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ? പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക, ദൈവത്തെ ആരാധിക്കുക, നല്ല ആത്മീയമായ പാട്ടുകൾ പാടിക്കൊണ്ട് കിടക്കുക, ഉറങ്ങാൻ നേരത്തും വണ്ടി ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല ആത്മീയ ആശയങ്ങളുള്ള പാട്ടുകൾ പാടുക, നല്ല സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, ആത്മീയരായ നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, സഹിത്വം പാലിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ആത്മീയ കാര്യങ്ങൾക്ക് പോവുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ആത്മീയ പ്രകൃതിയെ ബലപ്പെടുത്തും. ഈ പഴയ പ്രകൃതിയും പുതിയ പ്രകൃതിയും തമ്മിൽ വലിയൊരു പോരാട്ടം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ ആ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ പുതിയ പ്രകൃതിയെ എപ്പോഴും ശക്തിപ്പെടുത്തി നാം നിർത്തണം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. റോമൻസ് 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. അടുത്ത വാചകം, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈവിൾ തോട്ട്സ് ഉണ്ടാകത്തക്കവണ്ണം, മോശമായ ചിന്തകൾ ഉണ്ടാകത്തക്കവണ്ണം പാപപ്രകൃതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചിന്തിക്കരുത്. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ പ്രായോഗികമാക്കണം. എന്താ? ആത്മീക പ്രകൃതിയെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പഴയ പ്രകൃതിക്ക് ആഹാരം കൊടുക്കുന്ന, എൻകറേജ് ചെയ്യുന്ന യാതൊരു കാര്യവും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത്, ഡു നോട്ട് ടോളറേറ്റ് ഓർ കോംപ്രമൈസ് വിത്ത് ടെംപ്ടേഷൻ, റെസിസ്റ്റ് ആൻഡ് ഫ്ലീ. പരീക്ഷയെ അനുവദിക്കുകയോ ഇടം കൊടുക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുകയും വിട്ട് ഓടുകയും ചെയ്യുക. ഡു നോട്ട് ടോളറേറ്റ് ടെംപ്ടേഷൻ. പരീക്ഷകൾ വരുമ്പോൾ അതിനെ അനുവദിക്കരുത്, അതിനെ സഹിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? റെസിസ്റ്റ്, എതിർത്ത് നിൽക്കുക. ഫ്ലീ, ഓടുക. 2 തിമോഥെയോസ് 2:22 ഒരു വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങൾ ചിലർക്ക് അറിയാമായിരിക്കും. യൗവന മോഹങ്ങളെ വിട്ട് ഓടണം. ഫ്ലീ യൂത്ത്ഫുൾ ലസ്. എന്താ യൗവനമോഹം എന്ന് പറഞ്ഞാൽ? സാധാരണ ആളുകൾ വിചാരിക്കുന്ന യൗവനമോഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കുള്ള മോഹം എന്നാണ്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. യൗവനമോഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പമായിരിക്കുമ്പോൾ ആരംഭിക്കുകയും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യുന്ന മോഹമാണ് യൗവനമോഹം. ഇറ്റ് ബിഗിൻസ് വെൻ യു ആർ യങ് and it stays with you all the days of your life. ചെറുപ്പക്കാർ വിചാരിച്ചിരിക്കുന്നത് സീനിയർ സിറ്റിസൺ ആകുമ്പോൾ പരീക്ഷയെല്ലാം തീരുവെന്ന്, അല്ലേ? ഈ ചെറുപ്പം 20 വയസ്സ് 25 വയസ്സ് എന്തോ ഒരു പരീക്ഷയാണ്, അല്ലേ? കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് പ്രായമായി കഴിയുമ്പോൾ ഈ പരീക്ഷയെല്ലാം മാറുമെന്നാണ്. ആരും അങ്ങനെ വിചാരിക്കരുതേ. വല്യപ്പന്മാരോട് പോയി ചോദിക്കുകയൊന്നും വേണ്ട, അടി കിട്ടും. എന്നാൽ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതെന്താണെന്നറിയാമോ? Even when your body is incapable of sinning, your mind is always capable of sinning. പാപം ചെയ്യാൻ ശരീരത്തിന് കഴിവില്ലെങ്കിലും മനസ്സിന് എപ്പോഴും കഴിവുണ്ട്. 100 വയസ്സായാലും പാപം ചെയ്യാനുള്ള കഴിവ് മനസ്സിനുണ്ട്. ചെറുപ്പമായിരിക്കുമ്പോൾ അവനിട്ടൊരടി വെച്ച് കൊടുക്കണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. പ്രായമായി കഴിയുമ്പോൾ അടിക്കാനുള്ള ശക്തിയില്ല. അടിക്കാൻ ശക്തിയില്ലെങ്കിലും അവനിട്ടൊന്ന് കൊടുക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ വരാൻ പറ്റും, അല്ലേ? കൈകൊണ്ട് അടിക്കാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള ബലമില്ല. പക്ഷെ ഉള്ളിൽ പാപം ചെയ്യാൻ പറ്റും, മനസ്സുകൊണ്ട് അടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ഇപ്പോഴൊക്കെ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഈ പരീക്ഷയൊക്കെ മാറും എന്നാരും വിചാരിക്കരുത്. പരീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്ന സാധനമല്ല.
ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും പലതരം മേഖലകളിൽ നാം പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് പരീക്ഷയെ ഒരു നിലയിലും ടോളറേറ്റ് ചെയ്യരുത്. അതിനെ എതിർത്ത് അവിടം വിട്ട് ഓടണം. വേദപുസ്തകത്തിൽ നിന്ന് അതിനൊരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം 39:12 നിന്ന് അതിൻ്റെ ഒരു ഉദാഹരണം അവിടെ വാക്യം റെഫർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സന്ദർഭം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പോത്തിഫറിൻ്റെ വീട്ടിൽ യോസേഫ് എന്ന യുവാവ് വേല ചെയ്യുകയാണ്. പോത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാനായിട്ട്, മോറലി സെക്ഷലി പാപം ചെയ്യാനായിട്ട് യോസേഫ് എന്ന ചെറുപ്പക്കാരനെ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത്, എന്നോടുകൂടെ ശയിക്ക എന്ന് അവൾ പറഞ്ഞു. യോസേഫ് എന്ത് ചെയ്തു? എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. 2:22 അന്ന് യോസേഫിനില്ല. യോസേഫിൻ്റെ വേദപുസ്തകമൊന്നുമില്ല. എന്നാൽ യൗവനമോഹങ്ങളെ വിട്ട് ഓടണമെന്നുള്ള പ്രമാണം യോസേഫിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് യോസേഫ് എന്ത് ചെയ്തു? നിങ്ങൾ ആ ഭാഗം പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ദിനം പ്രതി ആ സ്ത്രീ അവനെ പരീക്ഷിച്ചു എന്നാണ്. ഒരിക്കലല്ല, ഒറ്റ പ്രാവശ്യമല്ല. ഡേ ആഫ്റ്റർ ഡേ ഷീ വാസ് ടെംപ്റ്റിംഗ് ഹിം. പിന്നെയും അവനെ ഓരോന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുക. ആ എല്ലാ ദിവസവും അവൻ നോ പറഞ്ഞു. നോ ഇന്ന് നോ പറഞ്ഞു, നാളെ നോ പറഞ്ഞു. പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ അവളോടുകൂടെ ഇരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതാണ് ടോളറേറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. ആട്ടെ, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, നിൻ്റെ കൂടെ 5 മിനിറ്റ് ഞാൻ ഇരിക്കാം, അത് മതിയോ, ഞാനത് ഇവിടെ ഇരിക്കാം എന്നവൻ പറഞ്ഞില്ല. പിന്നെ അപ്പോൾ ഒരു കൗൺസിലിംഗ് ഒന്നും കൊടുക്കാൻ പോയില്ല. മാഡം ഇങ്ങനെ ശരിയല്ല ഈ പറയുന്നത്, അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, എനിക്ക് ഇതിനോട് വളരെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പാവമൊന്നും ചെയ്യരുത്. ചെറിയൊരു കൗൺസിലിംഗ് പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ആ സമയത്ത് യോസേഫ് പോയില്ല. കൗൺസിലിങ്ങിൻ്റെ സമയം അല്ല അത് ഓടേണ്ട സമയമാണ്. ഓടേണ്ട സമയത്ത് കൗൺസിലിംഗ് കൊടുക്കാൻ പോകരുത്. കൗൺസിലിംഗ് കൊടുക്കാൻ വേറെ ടൈം കണ്ടെത്താം. പക്ഷേ ഇത് ഓടേണ്ട സമയമാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു നിലയിലും അത് ടോളറേറ്റ് ചെയ്യരുത്, അത് സമ്മതിക്കരുത്, അത് അനുവദിക്കരുത്, അതിനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കരുത്. അവിടെ പാപം ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇരിക്കാൻ പാടില്ല. പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഹി റാൻ ഫോർ ഹിസ് ലൈഫ്. അവൻ്റെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് ചെയ്യേണ്ടി വരും. ചില രംഗങ്ങളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടേണ്ടി വരും. ചില സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെങ്കിലും ഇവിടുന്ന് ഒന്ന് കടന്നു കളയണമെന്ന് വിചാരിച്ച് അതിനുള്ള മാർഗം തേടി ആ രംഗത്തു നിന്ന് നിങ്ങൾ മാറേണ്ടി വരും. കാരണം ആ രംഗത്ത് നിന്നാൽ പിന്നെയും പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കറിയാം. എവിടെ നിന്നാലാ പാപം ചെയ്യാനുള്ള സാധ്യതയെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ സ്ഥലം വിട്ടോണം. നിങ്ങളൊരു കാര്യം ഓർക്കണം, യോസേഫ് ഹി ലെഫ്റ്റ് ഹിസ് കോട്ട് ബട്ട് ഹി കെപ്റ്റ് ഹിസ് ക്യാരക്ടർ. യോസേഫ് തൻ്റെ വസ്ത്രം ഇട്ടേച്ചു പോയി, പക്ഷേ തൻ്റെ സ്വഭാവം സൂക്ഷിച്ചു. വസ്ത്രം കളഞ്ഞാലും സാരമില്ല, നാളെ വേറൊരു സ്ഥലത്തു നിന്ന് ആ വസ്ത്രം തയ്പ്പിച്ചെടുക്കാം, അല്ലേ? യു ക്യാൻ സ്റ്റിച്ച് ഇറ്റ് അഗൈൻ. ബട്ട് ഇഫ് യു ലൂസ് യുവർ ക്യാരക്ടർ, ഐ ടെൽ യു, it is not easy to stitch it back again. പ്രിയ യുവതീവാക്കന്മാരെ, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ അത് പെട്ടെന്ന് തിരിച്ച് തയ്ച്ചിടാൻ ഒരു മാർഗവുമില്ല. നഷ്ടപ്പെട്ടത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഷർട്ട് പോയാലും സാരമില്ല, സ്വഭാവം കളയരുത്. ഈവൻ ഇഫ് യു ലൂസ് യുവർ കോട്ട്, ഡസൻറ്റ് മാറ്റർ, ഡോണ്ട് ലൂസ് യുവർ ക്യാരക്ടർ. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മോശമായൊരു കാര്യം ചെയ്താൽ ജീവിതകാലം മുഴുവൻ നിങ്ങളത് ചെയ്തു എന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ആ ഓർമ്മ മായ്ച്ചു കളയാൻ നിങ്ങളെ കൊണ്ടൊക്കെയില്ല. ഒരു ചൂടിന് ചെയ്തതാണ്, പക്ഷേ ജീവിതകാലം മുഴുവൻ ആ ഓർമ്മ നിങ്ങളെ ഹോണ്ട് ചെയ്യും. ജീവിതകാലം മുഴുവൻ ആ ചിന്ത നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് പരീക്ഷയ്ക്കുള്ള അവസരം വരുമ്പോൾ അതിന് ഇടമനുവദിക്കരുത്. യാതൊരു കോംപ്രമൈസും വേണോ വേണ്ടയോ, അതിലെന്താ തെറ്റ്, കുഴപ്പമുണ്ടോ എന്നൊന്നും ചിന്തിച്ച് സമയം കളയല്ല. എത്രയും വേഗത്തിൽ രക്ഷപ്പെട്ടോണം. അങ്ങനെ ചിന്തിച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? ചിന്തിച്ചാൽ പാപത്തിൽ വീഴും. ചിന്തിച്ചാലെന്ന് പറഞ്ഞാൽ ഇതിനെന്താ തെറ്റ്, ഇതിന് ഇത്ര വലിയ തെറ്റെന്താ, എത്ര ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു, അവർക്കൊന്നും കുഴപ്പമൊന്നും വന്നില്ലല്ലോ,
പിന്നെ ഞാൻ മാത്രം എന്തിനാ ചെയ്യാതിരിക്കുന്നത്? ഇതാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. ഡോണ്ട് റീസൺ വിത്ത് സിൻ. പാപവുമായിട്ട് വാദപ്രതിവാദം നടത്തരുത്, കാര്യകാരണ സഹിതം ചർച്ച ചെയ്യരുത്. ചിലര് പാപത്തെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവരുണ്ട്, അതിൽ PhD എടുക്കാനായിട്ട്. ഇതെന്താണെന്ന് അറിയട്ടെ, സാധനം എന്താണെന്ന് അറിയണ്ടേ, അതിനുവേണ്ടി അത് ട്രൈ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പാപത്തിൻ്റെ റിസർച്ചിനുള്ള കുഴപ്പം എന്തെന്നറിയാമോ? നീ പാപം എന്താണെന്ന് പഠിക്കാനായിരിക്കും നീ ട്രൈ ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ സ്വാധീനം നിന്നെ കയറി പിടിക്കും. അതിൻ്റെ ഇഫക്റ്റ് നിൻ്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് ദോഷമായിട്ട് തീരും. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും ആരും പോകണ്ട. അത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. TV എപ്പോഴും വരുന്നതല്ലേ, ഒന്ന് കണ്ടു നോക്കാം, എന്താണെന്നൊന്നും അറിയാമല്ലോ. അതിനുവേണ്ടി ആയിരിക്കും നീ കാണുന്നത്. പക്ഷേ നീ കാണുന്ന ആ ചിത്രം നിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോണ്ട് ടോളറേറ്റ് സിൻ, ഡോണ്ട് കോംപ്രമൈസ് വിത്ത് സിൻ, ഡോണ്ട് റീസൺ വിത്ത് സിൻ. വെൻ യു ആർ ടെംപ്റ്റഡ്, റെസിസ്റ്റ് ഇറ്റ്, സേ നോ ടു ഇറ്റ് ആൻഡ് ഫ്ലീ, റൺ അവേ. ദാറ്റ് ഈസ് വാട്ട് ജോസഫ് ഡിഡ്. ജോസഫ് ചെയ്തതാണ്. അവൻ നോ പറഞ്ഞു, പലവട്ടം പറഞ്ഞു, പിന്നെയും പ്രേരണ വരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. രക്ഷപ്പെടാൻ ചിലപ്പോൾ ഓടേണ്ടി വരും. 4, ഡീൽ റാഡിക്കലി വിത്ത് സിൻ ആൻഡ് ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് എനിത്തിങ് ദാറ്റ് ലീഡ്സ് ടു സിൻ. പാപത്തിനെതിരെ കർശനമായ നിലപാടെടുക്കുകയും പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളോടും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുക. എന്താ പാപത്തോട് കർശനമായ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് അത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. മത്തായി 5-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അവിടെ ഒരു കാര്യമുള്ളത്, കർത്താവ് എന്താ പറയുന്നത്? കൈ വെട്ടിക്കളയണം, കണ്ണ് പറിച്ച് കളയണം എന്നൊക്കെ പറയാം അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെല്ലാവരും വാക്കത്തിയൊക്കെ ആയിട്ട് നടക്കണോ? കൈ വെട്ടാനും കണ്ണ് ചൂഴ്ന്നെടുക്കാനും അല്ല, അതല്ല അതിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ചില കാര്യം ലിറ്ററലായിട്ട് എടുക്കേണ്ടതാണ്, അക്ഷരികമായിട്ട്. ചില കാര്യം അതിൻ്റെ അർത്ഥം മാത്രം എടുത്താൽ മതി. ഉദാഹരണമായിട്ട്, വലങ്കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിക്കളക. വലങ്കൈ വെട്ടിക്കളഞ്ഞ ഇടങ്കൈ കൊണ്ട് പാപം ചെയ്യരുത്. പിന്നെ വലങ്കണ്ണ് ഇടർച്ച വരുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളക. വലങ്കണ്ണ് ചൂഴ്ന്നെടുത്തു, ഇടങ്കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്. അപ്പം ലിറ്ററൽ അല്ല ഇതിൻ്റെ അർത്ഥം. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? എന്നെ പാപത്തിലേക്ക് നയിക്കുന്നത്, എൻ്റെ കണ്ണാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ ആ കണ്ണ് വേണ്ടാന്ന് വെക്കാനുള്ള മനസ്സെനിക്കുണ്ടാകണം. എൻ്റെ കൈയാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ കർശനമായൊരു നിലപാട് ആ കൈക്കെതിരെ ഞാൻ എടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഈ കൂട്ടുകെട്ട്, ഈ കൂട്ടുകാരനുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ ഈ കൂട്ടുകെട്ട് വേണ്ട എന്ന് തീരുമാനിക്കണം. ആ കൂട്ടുകാരനോടുള്ള കൂട്ടുകെട്ട് നീ വിട്ടുകൊണ്ട് നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയൊന്നുമില്ല. അവനുമായിട്ട് ഇത്രയും നാളത്തെ അടുപ്പം എങ്ങനെയാണ് അത് മുറിക്കുന്നത്? ഒരു കുഴപ്പം വരികയല്ല. മുറിച്ച് നോക്കണം. അവൻ്റെ കൂടെ നടന്നാൽ അവൻ പോകുന്ന കുഴിയിലേക്ക് വലിച്ചു ചാടിക്കും. അപ്പോൾ ഈ കൂട്ടുകെട്ടാണ് എന്നെ തെറ്റിലേക്ക് നയിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. ഈ പ്രോഗ്രാമാണ് എന്നെ പാപത്തിലേക്ക് നയിക്കുന്നത്. TV ഈ സീരിയൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ ഒരിക്കലും അത് കാണുകയില്ല എന്ന് തീരുമാനിക്കണം. ആ വീട്ടിൽ പോകുന്നതാണ് എന്നെ പാപത്തിനുള്ള പ്രേരണ തരുന്നതെങ്കിൽ ഞാൻ ഇനി മേലാൽ ആ വീട്ടിൽ പോവുകയില്ല എന്ന് തീരുമാനിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രായോഗികമായ അർത്ഥം. You take a strong step against anything that leads you to sin. It may be a friendship, it may be a magazine, it may be some program on TV, it may be something that you see on the mobile phone. Whatever that be,
ടേക്ക് എ സ്റ്റാൻഡ് ആൻഡ് സേ നോ, ഐ ഡോണ്ട് വാണ്ട് ദിസ്. കർശനമായ നിലപാടെടുക്കണം. കർശനമായ നിലപാടെടുക്കാതെ ജീവിതത്തിൽ ജയിക്കാൻ പറ്റുകയില്ല. വേദപുസ്തകത്തിൽ കർശന നിലപാടെടുത്ത് ചിലരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭാവം വായിക്കാതെ തന്നെ നിങ്ങളോട് പറയാം. ഇയ്യോബ് 31:1 ഇയ്യോബ് പറയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തു. ഐ ഹാവ് മെയ്ഡ് എ കവനന്റ് വിത്ത് മൈൻ ഐ. എന്താ നിയമം? ഒരു കന്യകയെ, ഒരു പെൺകുട്ടിയെ തെറ്റായ നിലയിൽ ഞാൻ നോക്കുകയില്ല. അങ്ങനെ ഒരു നിയമം ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ചെയ്തിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ഒരു നിയമം ചെയ്തിട്ടുണ്ട്? ഒരു പെൺകുട്ടിയെയും തെറ്റായ ഉദ്ദേശത്തോടുകൂടെ ഞാൻ നോക്കുകയില്ല എന്ന് നിയമം ചെയ്തിട്ടുണ്ടോ? നിയമം ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ കൂടെ അങ്ങനെ നോക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മറക്കരുത്. ദാനിയേൽ 1:8 ദാനിയേലിനെ കുറിച്ച് ഇതുപോലൊരു കാര്യം ദാനിയേൽ നിശ്ചയിച്ചൊരു കാര്യം പറയുന്നുണ്ട്. രാജാവിൻ്റെ ഭോജനം കൊണ്ട്, ദാനിയേൽ യഹൂദനാണ്, അതുകൊണ്ട് ബാബിലോണിലെ ഭക്ഷണമെല്ലാം കഴിക്കാൻ പറ്റത്തില്ല. കാരണം യഹൂദന്മാർക്ക് ചില ഭക്ഷണം നിഷിദ്ധമാണ്. അത് ദാനിയേലിന് അറിയാം. അതുകൊണ്ട് രാജാവ് കൊടുക്കുന്ന ഭക്ഷണമാണ് ദാനിയേലിന് ഇപ്പോൾ കൊടുക്കുന്നത്. ദാനിയേൽ ഒരു കാര്യം തീരുമാനിച്ചു. Daniel 1:8. Daniel was determined in his heart that he will not defile himself. അവൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെത്താൽ മലിനമാക്കുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ ഉറച്ചു. ദാനിയേൽ വല്യപ്പനൊന്നുമല്ല. ദാനിയേൽ നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെയൊക്കെ പ്രായത്തിൻ്റെ ഏകദേശം ആ പ്രായമുള്ള ആളാണ് ദാനിയേൽ. ദാനിയേൽ എന്താ തീരുമാനിച്ചേ? എന്നെ മലിനമാക്കുന്ന, എന്നെ ഡിഫൈൽ ചെയ്യുന്ന യാതൊരു കാര്യവും ഞാൻ ചെയ്യുകയില്ല. ഈ ഭക്ഷണം എന്നെ മലിനപ്പെടുത്തും. എനിക്കറിയാം, ദൈവകൽപ്പന ലംഘിക്കാൻ ഇടയാക്കും. അതുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണം വേണ്ട. ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് വേണ്ടാന്ന് വെക്കുകയാണ്. എന്തിനാ? എന്നെ തന്നെ വിശുദ്ധമായി കാക്കാൻ. പ്രിയ യുവതിവാക്കന്മാരെ, നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, നിങ്ങളെ മലിനപ്പെടുത്തുന്ന, തെറ്റിലേക്ക് നയിക്കുന്ന, തെറ്റായ ബന്ധമുണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യവും ഞാൻ സമ്മതിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആ നിശ്ചയം കാക്കാനൊക്കെ ഇല്ല. അതിന് ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് ഓർത്തോണം. എല്ലാ ദിവസവും പ്രാർത്ഥനയോട് ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പം ദൈവം അതിനുള്ള കൃപ തരും. എന്നാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ആ നിശ്ചയമുണ്ടാകണം. നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താ അത്? ഞാൻ തീരുമാനിക്കണം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയില്ല. അങ്ങനെ വ്യക്തമായ തീരുമാനം നമുക്കുണ്ടെങ്കിൽ പാപത്തെ ജയിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത്, ഐഡൻറ്റിഫൈ ദി ഏരിയാസ് ഓഫ് ടെംപ്റ്റേഷൻ ഇൻ യുവർ ലൈഫ് ആൻഡ് ടേക്ക് കെയർ ടു അവോയ്ഡ് സച്ച് പ്ലേസസ് ആൻഡ് പീപ്പിൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പരീക്ഷ അനുഭവപ്പെടുന്ന മേഖലകൾ തിരിച്ചറിയുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളെയും ആളുകളെയും ഒഴിവാക്കുകയും ചെയ്യുക. ഏത് മേഖലയിലാണ് എനിക്ക് ഏറ്റവും പരീക്ഷ എന്ന് എനിക്കറിയാം, അല്ലേ? അവരവർക്കറിയാം. അങ്ങനെയുള്ള മേഖലകളെ നിങ്ങൾ, അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾ ഒഴിവാക്കണം. ഇന്നയാളുടെ സാന്നിധ്യത്തിലാണ് എനിക്ക് ഏറ്റവും പരീക്ഷ ഉണ്ടാകുന്നതെങ്കിൽ ആ ആളുടെ സാന്നിധ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആ ആളുടെ സാന്നിധ്യത്തിൽ നിന്ന് കഴിവതും മാറാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുത്. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കണം. 1 തെസ്സലോനിക്കർ 5:22 പറയുന്നുണ്ട്, അവോയ്ഡ് ഓൾ പ്രസൻസ് ഓഫ് ഈവിൾ. പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, തിന്മ ചെയ്യാനായിട്ട് സാന്നിധ്യമുള്ള ഇടങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെ പോയാൽ തെറ്റിയാൻ സാധ്യതയുള്ളതെന്നല്ലേ? നമുക്കറിയാം. അങ്ങനെ അറിയാമെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോകാതെ അങ്ങനെയുള്ള മേഖലകളെ നാം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് അകപ്പെടരുത്. അപകടമുണ്ട് എന്നറിഞ്ഞിട്ട് ആ വഴി പോകരുത്. ദൈവം നമുക്ക് അനേകം മുന്നറിയിപ്പുകൾ തരും. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, മാത്രമല്ല ഇപ്പോൾ ഈ ക്യാമ്പിൽ വന്നിരിക്കുമ്പോൾ അനേകം മുന്നറിയിപ്പുകൾ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് തരും. ഇന്ന മേഖല സൂക്ഷിച്ചോണം, ഇന്ന കാര്യത്തിൽ ഏർപ്പെടരുത്. ഇതറിഞ്ഞിട്ടും പിന്നെയും ആ വഴി പോയാൽ അപകടത്തിൽ അകപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.
ഒരു ഇമാജിനറി സ്റ്റോറി ഉണ്ട്, നടന്ന കാര്യമല്ല. എന്നാലും ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ആരോ പറഞ്ഞൊരു കഥയാണ്. ഒരാൾ നടക്കാൻ പോവുകയാണ്, മോർണിംഗ് വാക്കിന് പോവുകയാണ്. അപ്പോൾ വനത്തിനടുത്താണ് താമസിക്കുന്ന അയാൾ, കാടിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടവർ പറഞ്ഞു, എൻ്റെ സാറേ അതിനകത്തോട്ട് പോകല്ല, മൃഗങ്ങളൊക്കെ ഉണ്ട്, സിംഹമുണ്ട്, മറ്റു പല മൃഗങ്ങളുണ്ട്, അത് പിടിക്കും, അതുകൊണ്ട് അതിനകത്ത് നടക്കാൻ പോകരുത്. ഇയാൾ പറഞ്ഞു, ഒന്നും സാരമൊന്നുമില്ല, ഞാനതൊക്കെ കൈകാര്യം ചെയ്തോളാം, ഞാൻ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്, ഞാനതൊക്കെ കൈകാര്യം ചെയ്തോളാം. ബാക്കിയുള്ളവർ പറഞ്ഞ വാണിംഗും കേൾക്കാതെ ഇയാൾ കാടിൻ്റെ അകത്തോട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ മറ്റവർ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഹമാണ്ട് വരുന്നു. സിംഹത്തെ കണ്ടപ്പോൾ ഇയാളുടെ ധൈര്യം മുഴുവൻ പോയി. സിംഹം നേരെ ഇനി നടന്നു വരിക. ഇനിയിപ്പോൾ എന്താ മാർഗം? ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുകയേ മാർഗമുള്ളൂ അല്ലേ? അയാൾ അവിടെ ഒരു മിനിറ്റ്, എൻ്റെ ദൈവമേ പ്ലീസ് സേവ് മീ, ഈ സിംഹത്തിൻ്റെ മനസ്സൊന്ന് മാറ്റണേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏതായാലും അയാളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നിക്കത്തക്കവണ്ണം സിംഹം നിന്നു. ഇങ്ങനെ നേരെ നടന്നു വരിക, നിന്നിട്ട് സിംഹം മുട്ടുകുത്തി തല കുനിച്ചു. സിംഹം പ്രാർത്ഥിക്കുകയാണ്. അയ്യോ, എൻ്റെ പ്രാർത്ഥന കേട്ട് സിംഹം മാനസാന്തരപ്പെട്ടു. അപ്പോൾ ഇയാൾ ശ്രദ്ധിച്ചു, എന്തോ സിംഹം ഇവ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പം സിംഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ രാവിലെ തന്ന ആഹാരത്തിനായി സ്തോത്രം. ഇത് വെറുതെ ഒരു കഥയാണ്, പക്ഷേ ഈ കഥയിലൊരു കാര്യമുണ്ട്. എന്താ? പോകരുതെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഞാനൊക്കെ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞ് പോയതാ. ഇതിൻ്റെ വായി ചെന്ന് പെട്ടിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, സിംഹത്തിൻ്റെ വായി പോയി പെടരുത്. സിംഹത്തിൻ്റെ വായി പോയി പെട്ടാൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. അനേക ആൺകുട്ടികളും പെൺകുട്ടികളും സിംഹങ്ങളുടെ വായിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ കഴിഞ്ഞ അനേക വർഷങ്ങളിൽ അനേകരോട് സംസാരിച്ചിരുന്നത് മനസ്സിലായിട്ടുണ്ട്. സിംഹത്തിൻ്റെ വായി പോയി പെട്ടിരിക്കുക. പോകരുതാത്ത ഇടങ്ങളിൽ പോയി വേണ്ടാത്ത ബന്ധങ്ങൾ സ്ഥാപിച്ചു, വേണ്ടാത്ത കറസ്പോണ്ടൻസ് നടത്തി, ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയൊക്കെ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചു. ഒടുവിലാണ് മനസ്സിലാകുന്നത് സിംഹമായിരുന്നെന്ന്. ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തപ്പോഴാണ് മനസ്സിലായത് സിംഹമാണെന്ന്. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ എളുപ്പമല്ല. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന മേഖലകളെ സംബന്ധിച്ച് ദൈവം നമുക്ക് അനേക വാർണിങ്സ് നമ്മുടെ അനുദിന ജീവിതത്തിൽ, വേദപുസ്തകത്തിൽ കൂടെയും പ്രസംഗത്തിൽ കൂടെയും ക്ലാസ്സിൽ കൂടെയും ഒക്കെ തരുന്നുണ്ട്. ഈ ക്യാമ്പിലും ഇഷ്ടംപോലെ വാർണിംഗ് തരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Remind yourself that the evil consequences of sin will soon erase the temporary pleasure of sin. പാപത്തിൻ്റെ അപകടകരമായ അനന്തരഫലങ്ങൾ പാപത്തിൻ്റെ തൽക്കാല സുഖത്തെ മായ്ച്ചു കളയുമെന്ന് തന്നെത്താൻ ഓർപ്പിക്കുക. പാപത്തിന് അപകടകരമായ അനന്തരഫലങ്ങളുണ്ട്. ഇനിയുള്ള അല്പസമയം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്തൊരു 15-20 മിനിറ്റ്. പാപത്തിന് അപകടകരമായ ഈവിൾ ആൻഡ് ഡേഞ്ചറസ് കോൺസിക്വൻസസ് ഉണ്ട്. ആ അനന്തരഫലങ്ങൾ വരുമ്പോൾ പാപം കൊണ്ട് ലഭിച്ച സുഖം പെട്ടെന്ന് മറന്നുപോകും. ഒരു പാപം ചെയ്താൽ 5 മിനിറ്റ് സുഖം കിട്ടുമായിരിക്കും. പക്ഷേ ആ 5 മിനിറ്റ് കിട്ടുന്ന സുഖം ജീവിതത്തിൽ 50 വർഷത്തെ സന്തോഷം കെടുത്തു കളയാൻ മതിയായതാ. 5 മിനിറ്റത്തെ സുഖത്തിന് 50 വർഷം കളയണോ? അത് ബുദ്ധിയാണോ? ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? 5 മിനിറ്റ് എനിക്കൊരു രസം കിട്ടി, പിന്നെ എന്ത് പറ്റി? 50 വർഷം അതിൻ്റെ തല്ലും കിട്ടി. അയ്യോ, 50 വർഷത്തെ തല്ല് മേടിക്കാൻ 5 മിനിറ്റ് സന്തോഷിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വി ഷുഡ് നെവർ ബി ഫൂളിഷ്. നമ്മൾ മണ്ടന്മാരായി പോകരുത്. പാപത്തിന് അനന്തരഫലങ്ങളുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. എന്താ ഈ പാപത്തിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ? Those sins can be forgiven. Consequences according to the nature and gravity of sins committed can follow. ഏറ്റു പറയപ്പെടുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാലും ചെയ്ത പാപത്തിൻ്റെ ഗൗരവവും സ്വഭാവവും അനുസരിച്ചുള്ള അനന്തരഫലങ്ങൾ വരാവുന്നതാണ്.
അനേകരും ചിന്തിക്കാത്തതും അനേകർക്ക് അറിഞ്ഞുകൂടാത്തതുമായ ഒരു കാര്യം ഈ ക്യാമ്പിൽ വന്നതുകൊണ്ട് ദൈവം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത് സാധാരണ ആളുകൾ അങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല. സാധാരണ നമ്മൾ കേൾക്കുന്നത് എന്താ? തെറ്റെന്തെങ്കിലും ചെയ്താൽ ഏറ്റു പറയണം, കർത്താവ് ക്ഷമിക്കും, അല്ലേ? അത് ശരിയുമാണ്. 1 യോഹന്നാൻ 1:9 പറഞ്ഞിട്ടുണ്ട്, പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. ജീവിതത്തിൽ പാപം വന്നാൽ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും, അല്ലേ? അത് ശരിയാണ്. വാസ്തവത്തിൽ നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മുടെ സ്വർഗത്തിൽ പോകും, ശരിയാണ്. പക്ഷേ നാം ചെയ്യുന്ന പാപത്തിൻ്റെ സ്വഭാവവും ഗൗരവവും അനുസരിച്ചുള്ള ദോഷഫലങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് ക്ഷമിക്കപ്പെട്ടാലും ജീവിതത്തിൽ ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഒരാൾ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. അയാൾക്കെതിരെ കേസെടുത്തു. കോടതിയിൽ അയാളുടെ മോഷണ കുറ്റം തെളിഞ്ഞു. ജഡ്ജി പറയാണ് 5 വർഷം തടവ്. അതെന്താ? ശിക്ഷ, അല്ലേ? അവൻ്റെ പേര് ഗോപാലൻ എന്നാണെന്ന് വിചാരിക്കുക. അന്ന് മുതൽ നാട്ടുകാർ അവനെ വിളിക്കുന്ന എന്തായിരിക്കും? കള്ളൻ ഗോപാലൻ, അങ്ങനല്ലേ? കള്ളൻ ഗോപാലൻ. ജഡ്ജി പറഞ്ഞായിരുന്നോ ഇന്ന് മുതൽ എല്ലാവരും ഇവനെ കള്ളൻ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. 5 വർഷം ശിക്ഷയെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ പിന്നെ ഈ ആളുകൾ വിളിക്കുന്നതോ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പാക്കേജ് ചിലരൊക്കെ മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഇത് മേടിച്ചാൽ ഇത് ഫ്രീ. പാപം ചെയ്താൽ കോൺസിക്വൻസ് ഫ്രീ ആയിട്ട് കിട്ടും. അതിനാരും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അയാളുടെ ഭാര്യയുടെ പേര് കള്ളൻ ഗോപാലൻ്റെ ഭാര്യയില്ലേ? വല്ല കാര്യമുണ്ടോ ആ പേര് കേൾക്കണ്ടേ? ഈ ഗോപാലൻ്റെ മോൻ ഒരു പലചരക്കടയിലോ തുണിക്കടയിലോ ജോലിക്കില്ല എന്ന് വിചാരിക്കുക. സാധനം എടുത്തു കൊടുക്കാൻ. നീ ഏത് വീട്ടിലെയാ? ഇന്ന വീട്ടിൽ. കള്ളൻ ഗോപാലൻ്റെ മോൻ. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. എന്താ ഞങ്ങൾക്ക് വേണ്ടാത്ത? ഇയാളുടെ മോന് ജോലി കൊടുക്കരുതെന്ന് ജഡ്ജി പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. പിന്നെന്താ ആരും ജോലി കൊടുക്കാത്ത? അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന അതിൻ്റെ കൂടെ. ഇനി നിങ്ങളോട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറയാം. ഉണ്ടായൊരു സംഭവമാണ്. നമ്മുടെ കൂടെ ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഈ ഗ്രൂപ്പ് ലീഡറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ട്രെയിനിൽ പോകുമ്പോൾ ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞൊക്കെ വന്നപ്പോൾ അവന് ഉള്ള ഒരു പ്രേമബന്ധത്തെക്കുറിച്ച് അവൻ പറഞ്ഞു. വർത്തമാനം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇങ്ങനെ പ്രേമം, അവനൊരു പെങ്കൊച്ചുമായിട്ട് പ്രേമബന്ധത്തിലാണ്. ഇപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ കല്യാണം മറ്റോ നടക്കാൻ പോവുക വേറെ ആരാണ്ടുമായിട്ട്. അപ്പോൾ ഇവനാകെ കൂടെ ഇപ്പോൾ അങ്കലാപ്പിലാണ്. അപ്പോൾ അവൻ പറയുക, അങ്കിള് അവൾ എഴുതിയ എഴുത്തിൻ്റെ ഇരിപ്പുണ്ട്, അവൾ എഴുതിയ എഴുത്ത് ഇരിപ്പുണ്ട്. പെൺകുട്ടികളെ ഒരു കാര്യം മനസ്സിലാക്കണം, പാപം ഏറ്റു പറയുന്ന ഉടനെ എഴുത്ത് കീറിപ്പോവുകയല്ല. എഴുത്തിപ്പോഴും അവൻ്റെ ഇരിക്കുക. സൂക്ഷിച്ചു വേണം എഴുത്തൊക്കെ എഴുതാൻ. ഇപ്പോഴാണ് വാട്സാപ്പിലൊക്കെ അയച്ചാൽ പെർമനൻ്റ് റെക്കോർഡാണ്. എന്താ എഴുതുന്നതെന്ന് ഒരു ബോധമില്ലാതെ എഴുതി വിടുക, അല്ലേ? ഒരു ചൂടിൽ. കുറച്ചാൾ കഴിയുമ്പോൾ എഴുതി വിട്ടതെല്ലാം റെക്കോർഡായിട്ട് കിടക്കുക. പിന്നെ നമ്മുടെ ഈ അങ്കിള് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി, മോനെ നീ ആ എഴുത്ത് കീറിക്കളയണം, കൈവെക്കര എന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നെ കീറിക്കളഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഇവൾ എഴുത്തെഴുതി, എന്നിട്ട് ഇവള് ദൈവത്തോട് ക്ഷമ ചോദിച്ചു, കർത്താവേ എന്ന് വിചാരിക്കുക. എവിടെ എനിക്കറിയാൻ പാടില്ല ആരാന്ന്. കർത്താവേ എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയി, വേണ്ടാത്തൊക്കെ എഴുതി പിടിപ്പിച്ചു, ഏറ്റുപറയുന്നു, ക്ഷമിക്കണേ. ദൈവം ക്ഷമിക്കുമല്ലയോ? ദൈവം ക്ഷമിക്കും. എഴുത്ത് കീറിപ്പോവില്ലയോ? ക്ഷമിക്കുന്ന ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുത്ത് കീറിപ്പോവും. എഴുത്ത് കീറിപ്പോവുകയല്ല, അതായി പറയുന്നത്. അതാ അനന്തരഫലം എന്ന് പറയുന്നത്. ദൈവം ക്ഷമിച്ചാലും എഴുത്തിവൻ്റെ പോക്കറ്റിൽ ഇരിക്കുക ഇപ്പോഴും. അവന് വേണമെങ്കിൽ നാളെ എൻ്റെ കല്യാണം അല്ലേ, അത് ശരി, എൻ്റെ കയ്യിലുണ്ടൊരു സൂത്രം, എല്ലാവരും കണ്ടോ, വാട്സാപ്പിൽ പ്രസിദ്ധീകരിക്കാൻ പോവാം കോപ്പി. അവളുടെ ചങ്കെടുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവൻ പ്രസിദ്ധീകരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അനന്തരഫലം നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിച്ചേ. ദൈവം ക്ഷമിച്ചോ? ദൈവം ക്ഷമിച്ചു. പ്രശ്നം തീർന്നോ? പ്രശ്നം തീർന്നില്ല. ഇതായി പറയുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്താൽ എന്ത് പാപമാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ദോഷങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. എല്ലാ പാപത്തിനും ഒരേ അനന്തരഫലമല്ല. പാപത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള അനന്തരഫലമാണ് ജീവിതത്തിൽ വരുന്നത്. ഒരമ്മ കൊച്ചിനെ കുളിപ്പിക്കുകയാണ് ബാത്റൂമിൽ. കുസൃതിയാണ്, പറഞ്ഞാൽ കേൾക്കത്തില്ല.
ചൂടുവെള്ളം തുറന്നു വിട്ടിരിക്കുക ടാപ്പിൽ കൊച്ചിനെ കുളിപ്പിക്കാൻ. അമ്മ പറഞ്ഞു, മോനെ ഭയങ്കര ചൂടാ, തോടല്ലേ, കൈ പൊള്ളിപ്പോവും കേട്ടോ. ഇവൻ പറഞ്ഞാൽ കേൾക്കുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊന്നും കേൾക്കാതെ കൊച്ച് ബക്കറ്റിനകത്ത് കൈ ഇട്ടു. എന്താ പറ്റി? കൈ പൊങ്ങി പൊള്ളി തിണർത്ത്, അയ്യോ കരച്ചില്ല. അവൻ പറഞ്ഞ, അമ്മേ സോറി, ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞാൽ കേട്ടില്ല, ക്ഷമിക്കണം, ഞാൻ ഇനി മുതൽ അമ്മ പറയുന്ന എല്ലാം കേട്ടോളാം. ഓക്കെ, നല്ല കാര്യം. അമ്മ ഒരു ഉമ്മയൊക്കെ കൊടുത്തു മോന്. പക്ഷെ ഈ ഉമ്മ കൊടുത്തപ്പോൾ ഈ കയ്യിലെ വേദന മാറിയോ? അമ്മ ക്ഷമിച്ചു. അമ്മ ക്ഷമിച്ചപ്പോൾ കയ്യിലെ പൊള്ളൽ പോയോ? പൊള്ളൽ പോകുകയില്ല. പൊള്ളിയതാ. ഇനി അടുത്ത 2 മാസം ഡോക്ടറെ അടുത്ത് കൊണ്ട് നടക്കണം, അതിൻ്റെ വേദന മുഴുവൻ അനുഭവിക്കണം. അമ്മ ക്ഷമിക്കാഞ്ഞിട്ടാണോ? അല്ല, അമ്മ ക്ഷമിച്ചു. അമ്മ ക്ഷമിച്ചെങ്കിലും അവൻ ചെയ്ത കാര്യം അവൻ്റെ കൈക്ക് ദോഷം വരുത്തുന്നതായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഒക്കുന്ന ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. അശ്രദ്ധമായി തെറ്റായ ബന്ധങ്ങൾ സ്ഥാപിക്കുക, തെറ്റായ എഴുത്തുകൾ എഴുതുക, തെറ്റായ കാര്യങ്ങൾ ആസ്വദിക്കുക, തെറ്റായ ചിത്രങ്ങൾ കാണുക, ഇതിനെല്ലാം ദോഷഫലങ്ങളുണ്ട്. പിശാച് ഒരിക്കലും ദോഷഫലം പറയത്തില്ല. ഹവ്വയുടെ അടുത്ത് വന്ന് പിശാച് ഇത് തിന്നാൻ മാത്രമേ പറഞ്ഞുള്ളൂ. തിന്നാൻ എന്തോ ഒരു രസമായിരിക്കും എന്നറിയാം. തിന്നാലുള്ള ദോഷത്തെക്കുറിച്ച് പറഞ്ഞില്ല. ലോകമോ നിങ്ങളുടെ കൂട്ടുകാരോ സോഷ്യൽ മീഡിയയോ ഈ തെറ്റ് ചെയ്താലുള്ള ദോഷത്തെക്കുറിച്ച് പറയുകയില്ല. They will say just do it. കേട്ടിട്ടില്ലേ? just do it. കണ്ണടച്ച് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഇതേ പറയുള്ളൂ. നാളെ കുഴപ്പം വരുമ്പം നിന്നെ കുഴപ്പത്തിലോട്ട് ചാടിച്ചവനെ നീ അന്വേഷിക്കും. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് ഞാനിത് ചെയ്തത്, അവനോടൊന്ന് ചോദിക്കട്ടെ. അവനെ അന്വേഷിക്കുമ്പം നിങ്ങളറിയും സുനിത വില്യംസിൻ്റെ കൂടെ അവൻ ബഹിരാകാശത്താണ്. അതുകൊണ്ട് ഉടനെ എങ്ങും മടങ്ങി വരികയില്ല. അതുകൊണ്ട് അവനെ കിട്ടുകയില്ല. അവൻ നിന്നെ ഇതിന് കുഴി ചാടിച്ചവനെ നീ കാണുകയില്ല അവൻ്റെ ജീവിതത്തിൽ. അവൻ അവൻ്റെ വഴിക്ക് പോയി, അവൻ ബഹിരാകാശത്ത് പോയിരിക്കുക. നീ ഇവിടെ കിടന്ന് നട്ടം തിരിയുക. ഇതാണ് പാപത്തിൻ്റെ അനന്തരഫലം. പാപം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. സംഭവിച്ചാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഉടനടി ദൈവം ക്ഷമിക്കും. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ ചെയ്യുന്ന പാപത്തിനനുസരിച്ചുള്ള ദോഷങ്ങൾ ജീവിതത്തിൽ വരുമെന്നുള്ളത് ഒരിക്കലും മറക്കല്ല. ഈ വാക്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിപോക്ക് നമ്മളെ ശുദ്ധീകരിക്കും. ഗലാത്യർ 6:7-8 അത് വേറൊരു കോണ്ടെക്സ്റ്റിലുള്ളൊരു വാക്യമാണ്. എന്നാലും ആ പ്രമാണം എല്ലാവർക്കും ബാധകമാണ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത്. ദൈവം ഈ യൂണിവേഴ്സിൽ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പേ കൊയ്യൂ. ഗോതമ്പ് വിതച്ചു കഴിഞ്ഞ് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എടുത്തതുകൊണ്ട് ഗോതമ്പ് നെല്ലാവുകയില്ല. ഒരു കൊച്ച് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് പരീക്ഷ ചോദ്യം വന്നു. കൊച്ചു വാഷിങ്ടൺ എന്ന് എഴുതി. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ലണ്ടൻ എഴുതേണ്ടതായിരുന്നു, മണ്ടത്തരമായി. പിന്നെ കൊച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എൻ്റെ ആൻസർ പേപ്പർ നോക്കുന്ന സമയത്തേക്ക് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ഒന്ന് വാഷിങ്ടണായി മാറ്റണേ. അങ്ങനെ മാറുമോ? അങ്ങനെ മാറുകയില്ല. അതുകൊണ്ട് ദൈവം ചില പ്രമാണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വിതയ്ക്കുന്നത് കൊയ്യുക. എന്ത് ചെയ്യുമോ അതിനനുസരിച്ചുള്ള ജീവിതത്തിൽ കിട്ടും. വേദപുസ്തകത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അബ്രഹാം പറഞ്ഞു നോണ, അബ്രഹാം ചെയ്ത കുഴപ്പങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യാക്കോബ് ഭയങ്കര സൂത്രക്കാരനായിരുന്നല്ലേ. എല്ലാവരെയും ചതിച്ച് ഓടും, രക്ഷപ്പെടും. എപ്പോഴും രക്ഷപ്പെട്ടോ? യാക്കോബിനേക്കാൾ സ്മാർട്ട് വല്ലവരും ഉണ്ടായിരുന്നോ? യാക്കോബ് വിചാരിച്ച അവനാ ഏറ്റവും സ്മാർട്ടെന്നാ. അവൻ ഒരിടത്ത് പോയി പെങ്കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, വളരെ അധ്വാനിച്ചു, വർഷങ്ങളൊക്കെ സേവയൊക്കെ ചെയ്തു. ഏതായാലും ഒരു കല്യാണം തീരുമാനിച്ചു. സന്തോഷമായി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം അവന് മുറിയിലോട്ട് പെങ്കൊച്ച് വന്ന് മൂടുപടം പൊക്കി നോക്കിയപ്പം ആള് വേറെയാണല്ലോ. ഇത് ചേടുത്തിയാ. ചൂടായി യാക്കോബ് അമ്മായപ്പനോട്, ഇതെന്തോ പണിയായി കാണിച്ചേ. അപ്പോൾ അമ്മായപ്പൻ പറഞ്ഞ മറുപടിക്ക് അമ്മായപ്പൻ ഒരു സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലുണ്ട്.
മറുപടി ഞാൻ ഹിന്ദി പറയാം, ഹിന്ദി അറിയാവുന്ന കുറേ പേരാണ്. ബേട്ടാ ഗുസ്സ മത് കറോ, ഇധർ തോ ഐസേ ഹി ചൽത്താ ഹൈ. ദേഷ്യപ്പെടല്ലേ. ചേടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ അനിയത്തിമാരെ കൊടുക്കാറില്ല. അതുകൊണ്ട് നീ ചൂടായിട്ടൊന്നും കാര്യമില്ല, നിനക്ക് അനിയത്തെ വേണമെങ്കിൽ ഇനിയും വേല ചെയ്തോ. അപ്പം മിടുക്കൊക്കെ എവിടെ പോയി? ഇത്രയും നാളത്തെ മിടുക്ക്. എല്ലാവരും ചതിച്ച് ഓടി രക്ഷപ്പെടുന്ന ആളായിരുന്നു, പിടിപെട്ടു അല്ലേ? പ്രിയപ്പെട്ടവരെ, എന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കല്ലേ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഗലാത്യ ലേഖനം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദാവീദ് സൂത്രത്തിൽ വേറൊരാളുടെ ഭാര്യയെ കൈവശമാക്കാനായിട്ട്, നിങ്ങൾക്ക് ആ കഥയൊക്കെ അറിയാമല്ലോ, ബത്ശേബയെ കിട്ടാനായിട്ട് യുദ്ധത്തിൽ ചിലരെയൊക്കെ കൊല്ലിച്ചു. അവളുടെ ഭർത്താവിനെ, ഊരിയാവിനെ കൊല്ലിച്ചു, വേറെ പലരെയും കൊല്ലിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, ഊരിയാവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഭാര്യ ബത്ശേബ വിലപിച്ചു, മാറത്തടിച്ച് കരഞ്ഞു ഭർത്താവിൻ്റെ മരണം കേട്ട്. ഒരാൾക്ക് മാത്രം നല്ല സന്തോഷമായിരുന്നു അന്ന്. ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പക്ഷെ പുള്ളി കറുത്ത ബാഡ്ജൊക്കെ കുത്തിയാന്ന് വന്നത്. അനുശോചന യോഗമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അനേക ഗദ്ഗത കണ്ഠനായി നമ്മുടെ അനേക പടയാളികൾ എന്ത് പറയണ്ടു എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം കരയുക. ബത്ശേബയും കരഞ്ഞു, വേറെ ഒത്തിരി പെണ്ണുങ്ങളും അനേകരുടെ ഭർത്താക്കന്മാരും മരിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നാഥാൻ പ്രവാചകനെ പറ്റി പറഞ്ഞു, നീയാണ് കുഴപ്പക്കാരൻ. അവൻ അനുദപിച്ചു, ദൈവം ക്ഷമിച്ചു. ക്ഷമിച്ചില്ലായിരുന്നേ അവനെ കൊല്ലേണ്ടതായിരുന്നു. ഡബിൾ ഡെത്ത് പെനാൽറ്റിയാണ് അവൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ. പക്ഷേ ബാക്കിയുള്ളവർ കരഞ്ഞപ്പോൾ ചിരിച്ച ഇവനെ ദൈവം കരയിപ്പിച്ചു. നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. 3 മക്കൾ മരിച്ചു. കുഞ്ഞു മരിച്ചു. അബ്ശാലോമിനെ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്കിട്ട് അടിച്ചു കൊന്നു. അമ്നോൻ എന്ന് പറഞ്ഞ ഒരുത്തൻ മരിച്ചു. അദോനിയാവും മരിച്ചു. നമ്മൾ വായിക്കുന്നത്, ഈ മക്കൾ മരിച്ചപ്പോൾ ദാവീദ്, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ അബ്ശാലോമേ നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ദാവീദ് നടുങ്ങി വിലപിച്ചുകൊണ്ടിരുന്നെന്നാണ്. അപ്പം ഇപ്പം മനസ്സിലായേ? ഊരിയാവ് മരിച്ചപ്പം ബത്ശേബ കരഞ്ഞത് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? അന്ന് സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇനി പറയാൻ പോകുന്നൊരു സെൻറ്റൻസ് നിങ്ങൾ ഓർത്തോണം. ഇഫ് യു മേക്ക് അതേഴ്സ് ക്രൈ, ഗോഡ് വിൽ മേക്ക് യു ക്രൈ. നിങ്ങൾ ബാക്കിയുള്ളവരെ കരയിപ്പിച്ചാൽ ദൈവം നിങ്ങളെ കരയിപ്പിക്കും. മാതാപിതാക്കളെ കരയിപ്പിക്കല്ലേ, ബാക്കിയുള്ളവരെ കരയിപ്പിക്കരുത്. ബാക്കിയുള്ളവരെ കരയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ദൈവം പുറകെ കൂടിയിട്ടുണ്ട്. ദൈവം നിന്നെ കരയിക്കും. പാപം വളരെ ഹാനികരമായൊരു കാര്യമാകിയാൽ അതിൻ്റെ പ്രഭാവം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഓർമ്മയിലും തുടർന്ന് നിലനിൽക്കുമെന്ന് ഓർക്കുക. പാപം ചെയ്താൽ അതിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ദോഷം ജീവിതകാലം മുഴുവൻ നിലനിൽക്കാം. ഇന്ന് നീ ചെയ്യുന്നൊരു പാപം 70 വയസ്സായാലും നിന്റെ മനസ്സിൽ കാണും. അന്ന് നീ തിരിഞ്ഞു നോക്കി ദുഃഖിക്കും. ഇന്ന് രസത്തിന് ചെയ്തതാ, പക്ഷെ അത് മറന്നു പോകത്തില്ല. നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ഓർമ്മയെ അത് ബാധിക്കും. അനേക വർഷങ്ങൾ കഴിഞ്ഞും നിന്റെ മനസ്സിലത് വേദനയായിട്ട് നിൽക്കും. ഇത് എത്രയോ അപകടകരമായ ഒരു കാര്യമാണ്. പാപത്തെ കൂടുതൽ ആസ്വദിക്കും തോറും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കഠിനമാവുകയാണ്. ഉദാഹരണം പോണോഗ്രഫി. ഇപ്പം കാണുന്ന ഭയങ്കര രസമാണ് അല്ലേ? ഇപ്പം അത് എൻജോയ് ചെയ്യുക. പക്ഷേ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, ശരിയാ. പക്ഷേ നിന്റെ മനസ്സിൽ നീ കയറ്റിയ ആ ചിത്രങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് വലിയൊരു സ്ട്രഗിളായിട്ട് നിനക്ക് തീരും. നീ ഏറ്റു പറയുമ്പോൾ ഈ പടമെല്ലാം മാഞ്ഞു പോകുകയില്ല. മനസ്സിൽ കയറിയ പടം ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. ഇന്ന് രസത്തിന് ചെയ്തതാ, പക്ഷേ പിന്നീട് അശുദ്ധമായ ചിന്തകൾ നിന്റെ മനസ്സിൽ വന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കും. എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നീ ആയിപ്പോവും. മറക്കല്ലത്. ദൈവത്തെ കളിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവകൃപയാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ അത് വളരെ വലിയ ഒരു സ്ട്രഗിളാണ്. അതുകൊണ്ട് താഴ്മയേറിയ അനുതാപത്തോടെ പാപവഴികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അങ്ങനെയുള്ളവരെ വിടുതൽ നൽകി ദൈവം സഹായിക്കും. കർത്താവേ, എൻ്റെ ഭാഗത്ത് കഴിഞ്ഞ കാലത്ത്
അനേക തെറ്റുകൾ വന്നുപോയി എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ദൈവം നിന്നോട് ക്ഷമിക്കും. മാത്രമല്ല, ആ അനന്തരഫലങ്ങൾ ജീവിതത്തിൽ വന്നാലും അത് സഹിക്കാനുള്ള കഴിവ് ദൈവം നിനക്ക് തരും. അപ്പം തെറ്റ് പറ്റിപ്പോയെങ്കിൽ ആരും നിരാശപ്പെടണ്ട. ആഴമേറിയ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ഇനിയുള്ള കാലം ശരിയായി ജീവിക്കാൻ തീരുമാനിച്ചാൽ മതി. ദൈവം നിന്നെ സഹായിക്കും. അനന്തരഫലങ്ങൾ വന്നെന്ന് വരാം, പക്ഷെ അത് വരുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് ദൈവം നിനക്ക് തരും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം ചികിത്സയേക്കാൾ നന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളെക്കുറിച്ച് ദൈവം നിങ്ങൾക്ക് ബോധ്യം വരുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പരീക്ഷകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെ എതിർത്ത്, അതിനെതിരെ ഒരു നിലപാടെടുത്ത് സൂക്ഷ്മതയോടെ പ്രാർത്ഥനയോടെ ജീവിക്കാൻ എല്ലാവരും തീരുമാനിക്കണം. പാപത്തിൻ്റെ വഴികൾ കഴിഞ്ഞ കാലത്ത് വന്നുപോയത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അതിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും വന്നാൽ അത് സഹിപ്പാനുള്ള കഴിവ് ദൈവം നിനക്ക് തരും. നീ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. എന്നാൽ ഇനിയുള്ള കാലം പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുകയില്ല, ദൈവത്തിൻ്റെ പൈതലായി ഞാൻ ജീവിക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച വലിയൊരു സത്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രമാണങ്ങൾ പിടിച്ചുകൊള്ളുവാൻ, വലിയ വിപത്തുകളിൽ നിന്ന് ഒഴിഞ്ഞ് സമാധാനപൂർണ്ണമായ ജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നിമിത്തം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.